വലിയ കണ്ണാടിക്ക് മുന്നിൽ ആഭരണങ്ങളും മുല്ലപ്പൂവുമെല്ലാം ധരിച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അർച്ചന. തന്നെ ഭംഗിയായി ഒരുക്കുന്ന തിരക്കിലാണ് ബ്യൂട്ടീഷ്യൻ കൂടിയായ ലേഖ ചേച്ചി. ചുവന്ന പട്ടുസാരിയിൽ സുന്ദരിയായിരുന്നു അർച്ചന. കണ്ണാടിയിൽ തന്നെ നോക്കി നിന്നിരുന്ന അവളുടെ മിഴികൾ അവളെ ആകെയൊന്ന് നോക്കി. വളരെ മനോഹരമായി ഒരു കല്യാണപ്പെണ്ണിനെ പോലെ തന്നെ ഒരുക്കിയിരിക്കുന്നു എങ്കിലും അവളിൽ വേണ്ടത്ര തെളിച്ചമില്ലായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി അവൾ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിയിച്ചു. അന്ന് മുഴുവൻ അവളിൽ ആ ചിരി മായാതെ കിടന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. തൻ്റെ കഴുത്തിലേക്ക് വീണ ആലിലത്താലിയെ അവൾ ഒന്ന് നോക്കി. അവൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ആ ഒരു നിമിഷത്തിന് വേണ്ടി. ആ താലി തൻ്റെ കഴുത്തിൽ അണിയുന്നത് താൻ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാവണേ എന്നവൾ പ്രാർത്ഥിച്ചിരുന്നു. ആ താലിയിലേക്ക് തന്നെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു. അവളുടെ മിഴികളിൽ നിന്നും രണ്ടിറ്റ് കണ്ണുനീർ അടർന്നു വീണു. അവൾ ആ താലിയെ കയ്യിലെടുത്തു. തൻ്റെ അരികിലിരിക്കുന്ന ഋഷിയെ അവൾ ഒന്ന് നോക്കി. അവൻ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ടതും അവൾ മിഴികൾ താഴ്ത്തി. ഒരു നിമിഷം തൻ്റെ മുന്നിലിരിക്കുന്നത് താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന മിഥുനാണെന്ന് അവൾക്ക് തോന്നി. തൻ്റെ നെറുകയിൽ സിന്ദൂരമിടാൻ ഋഷിയുടെ കൈമുഖത്തിന് നേരെ വന്നപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധമുണ്ടായത്. തനിക്കരികിൽ നിൽക്കുന്നത് മിഥുനല്ല, പകരം അച്ഛനും അമ്മയും തനിക്കായി കണ്ടുപിടിച്ച നല്ല പയ്യനായ ഋഷിയാണ് മുന്നിൽ നിൽക്കുന്നത്. അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു. പിന്നീട് ഓരോ ചടങ്ങും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അവിടെ നിന്നിറങ്ങാൻ നേരം അവൾ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞങ്ങളുടെ മകളെ പൊന്നുപോലെ നോക്കണം, അവളെ കരയിപ്പിക്കരുത്, ഋഷിയുടെ കൈപിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. ഋഷി തിരിച്ചും ആ അമ്മയ്ക്ക് വാക്കുകൊടുത്തു. ഞാൻ കാരണം ഒരിക്കലും അമ്മയുടെ മകൾക്ക് വേദനിക്കേണ്ടി വരില്ല. അവളെയും കൊണ്ട് കാർ പതുക്കെ മുന്നിലേക്ക് നീങ്ങി. പതിയെ തലപ്പുറത്തേക്കിട്ട് അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. അച്ഛനും അമ്മയും ഉമേച്ചിയുമെല്ലാം പുറത്തിറങ്ങി നിൽപ്പുണ്ട്. എല്ലാവരെയും നോക്കിയപ്പോൾ അവളുടെ മനസ്സിൽ സങ്കടക്കടലിരമ്പി. പെട്ടെന്നാണ് അവളുടെ തോളിലൊരു കൈ അമർന്നത്. അവൾ ഞെട്ടിപ്പോയി. ഋഷിയായിരുന്നു അത്. വിഷമിക്കേണ്ട, താൻ അവരെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ പറഞ്ഞാൽ മതി, നമുക്ക് വരാം, അവൻ സ്നേഹപൂർവ്വം പറഞ്ഞു. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ആളെ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ലല്ലോ, അർച്ചന മനസ്സിൽ പറഞ്ഞു. കാർ ഒരുപാട് നേരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അവൾ സീറ്റിലേക്ക് ചാരിയിരുന്ന് പതിയെ കണ്ണുകൾ അടച്ചു. മിഥുൻ, ആ പേരായിരുന്നു അവളുടെ മനസ്സു നിറയെ. അതവൾ മനസ്സിൽ ഉറക്കെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അവനേക്കാളും മറ്റൊന്നിനെയും അവൾ പ്രണയിച്ചിരുന്നില്ല, സ്നേഹിച്ചിരുന്നില്ല. ഒരിക്കലും അവളുടെ ജീവിതത്തിൽ വേറെ ഒരാളെ അവൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അവനും അങ്ങനെ തന്നെയായിരുന്നു. നീണ്ട 6 വർഷമായിരുന്നു അവർ കണ്ടിട്ടും പരസ്പരം സ്നേഹിച്ചിട്ടും. ആർക്കും തങ്ങളെ പിരിക്കാൻ പറ്റില്ല എന്ന വിശ്വാസത്തോടെ അവർ പ്രണയിച്ച് ജീവിക്കുകയായിരുന്നു. കുറച്ചു സമയത്തെ യാത്രയ്ക്കൊടുവിൽ ഋഷിയുടെ വീടെത്തി. താൻ നന്നായി ഉറങ്ങിയല്ലേ? ഇന്ന് കുറേ നേരം ഇതെല്ലാം അണിഞ്ഞു നിന്നതല്ലേ? അതിൻ്റെ ക്ഷീണം കാണും. അതാ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചത്, ഇടയ്ക്കൊന്നും വിളിക്കാതിരുന്നത്. തിരിച്ചു മറുപടി പറയാൻ നിന്നില്ല. അവൾ ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. അതിൽ അവൻ തൃപ്തിപ്പെട്ടു. വീട്ടിലേക്ക് കയറിയിരുന്നപ്പോൾ ഒരുപാട് പേർ വന്നു പരിചയപ്പെട്ടു. ഒരുപാട് താമസിച്ചാണ് എല്ലാവരും അവിടെ നിന്നും പോയത്. മണിയറയിലേക്ക് ആരൊക്കെയോ ചേർന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവർ തമാശ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അർച്ചനയ്ക്ക് പക്ഷേ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. താൻ ഒട്ടും പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെയാണ് ഇനി കഴിയേണ്ടത് എന്നോർത്തപ്പോൾ തന്നെ അവൾ വല്ലാതെയായി. അവൾ മുറിയിലെത്തി. തലവേദനയാണെന്നും പറഞ്ഞ് വേഗം കയറി കിടന്നു. തൻ്റെ അരികിലെത്തിയ കാലൊച്ച അവൾ ശ്രദ്ധിച്ചു. അവൾ വേഗം കണ്ണുകൾ അടച്ചു. ആ ശബ്ദം തൻ്റെ അരികിലെത്തി നിന്നതും തൻ്റെ അരികിൽ ഇരുന്നതും അവൾ അറിഞ്ഞു. ഋഷി അവളെ തന്നെ നോക്കി നിന്നു. താൻ കിടന്നോ? അവൻ ചോദിച്ചു. നല്ല തലവേദന, ഉറക്കത്തിലെന്ന പോലെ അവൾ പിറുപിറുത്തു. ഒരു തണുത്ത കൈ തൻ്റെ നെറ്റിയിൽ തലോടിയത് അവൾ അറിഞ്ഞെങ്കിലും അവൾ കണ്ണു തുറന്നില്ല. ഋഷി അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ പതിയെ അവൾക്ക് സൈഡിലായി വന്ന് കിടന്നു. അർച്ചനയുടെ കണ്ണിലൂടെ പല കാര്യങ്ങളും മിന്നി മറഞ്ഞു. പുതിയ വീട്, പരിചയമില്ലാത്ത വീട്ടുകാർ, തൊട്ടടുത്ത് കിടക്കുന്ന ആളെ താൻ 1 or 2 വട്ടം കണ്ടിട്ടുണ്ട്. കൂടുതൽ കണ്ടിട്ടു പോലുമില്ല, മിണ്ടിയിട്ടുമില്ല. ഈ രാവ് അർച്ചന ഒരുപാട് സ്വപ്നം കണ്ടതാണ് തൻ്റെ മിഥുനോടൊപ്പം. രാവിലെ ഋഷി തന്നെയാണ് അവളെ വിളിച്ചുണർത്തിയത്. അവൾ എഴുന്നേറ്റ് അവനെ ഒന്ന് നോക്കി. തൻ്റെ തലവേദന മാറിയില്ലേ? അവൻ ചോദിച്ചു. കുറവുണ്ട്, അവൾ പറഞ്ഞു. ജനാലയ്ക്കുള്ളിലൂടെ സൂര്യകണങ്ങൾ വന്ന് മുഖത്ത് തട്ടുന്നു.
അവൾ കൈകൊണ്ട് മുഖം മറച്ചുകൊണ്ട് എഴുന്നേറ്റു. ഒന്ന് കുളിച്ച് ഫ്രഷായാൽ എല്ലാം ശരിയാകും, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം എഴുന്നേറ്റു. കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഋഷി മുറിയിൽ തന്നെ നിൽക്കുന്നു. താൻ ഓക്കെയല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ തലയാട്ടിക്കൊണ്ട് നേരെ അടുക്കളയിലേക്ക് വിട്ടു. അടുക്കളയിലെത്തിയപ്പോൾ അവിടെ ഋഷിയുടെ അമ്മ നിൽക്കുന്നു. അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു. നന്നായി ഉറങ്ങിയില്ലേ മോളെ? ഈ കാപ്പി അവന് കൊണ്ടുപോയി കൊടുത്തോളൂ. കാപ്പി വാങ്ങി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും തൊട്ടുപുറകിൽ ഋഷി വന്നു നിൽക്കുന്നു. തൻ്റെ ഫോൺ കിടന്ന് റിങ് ചെയ്യുന്നു. അവൻ അവളുടെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ ആ ഫോൺ വാങ്ങി നോക്കി. കീർത്തിയാണ്. അവൾ ഫോൺ വാങ്ങി മുറിയിലേക്ക് നടന്നു. അവൾ കീർത്തിയെ തിരിച്ചു വിളിച്ചു. അവൾ അർച്ചനയോട് വിശേഷങ്ങൾ തിരക്കി. ഋഷിയെ ഉൾക്കൊള്ളാൻ അർച്ചനയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കീർത്തിക്ക് തോന്നി. നീ ഇപ്പോഴും മിഥുനെ ഓർത്തിരിക്കുകയാണോ? വേണ്ട മോളെ, നീ അവനെ കാത്തിരിക്കാഞ്ഞിട്ടല്ലോ. അവൻ നിന്നെ വിളിക്കാത്തത് കൊണ്ടല്ലേ നിനക്കിതിനൊക്കെ സമ്മതിക്കേണ്ടി വന്നത്. ഇനി നീ ഋഷിയെ കൂടി വിഷമിപ്പിക്കരുത്. കീർത്തി പറഞ്ഞപ്പോൾ അർച്ചനയ്ക്ക് സങ്കടം വന്നു. പുറകിലെ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അവൾ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കോൾ കട്ട് ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞത് അറിഞ്ഞതേയില്ല. അർച്ചനയ്ക്ക് ആ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ നിന്നും മിഥുനെയോ അവൻ്റെ ഓർമ്മകളെയോ ഉപേക്ഷിച്ചിരുന്നില്ല. ആ ഓർമ്മകൾ എപ്പോഴും അവളിൽ വന്ന് നിറയും. ഋഷിയാണെങ്കിൽ അർച്ചനയ്ക്ക് തന്നെ ഇഷ്ടമായില്ലേ എന്ന സംശയത്തിലായിരുന്നു. അവൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ ഒരു രാത്രി പോലും അവർ ഒന്നായിട്ടില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് അർച്ചന അവനിൽ നിന്നും മാറിക്കിടക്കും. അതായിരുന്നു പതിവ്. ഒരു ദിവസം അവളോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ തന്നെ ഋഷി തീരുമാനിച്ചു. ഒരു വൈകുന്നേരം അർച്ചന മുറിയിലിരിക്കുമ്പോൾ കീർത്തിയുടെ കോൾ വന്നു. നിനക്ക് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്ക്, എന്നിട്ട് തീരുമാനിക്ക് നിന്റെ ജീവിതം എങ്ങനെയാവണമെന്ന്, നീ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് കീർത്തി ഫോൺ വെച്ചു. അർച്ചന വേഗം വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കീർത്തിയുടെ നമ്പർ എടുത്തു. അതിൽ തെളിഞ്ഞ ഫോട്ടോ കണ്ടതും കീർത്തിക്ക് ഉടൽ വിറയ്ക്കുന്നത് പോലെ തോന്നി. താൻ അത്രമേൽ സ്നേഹിച്ചിരുന്ന മിഥുൻ അവൻ്റെ കൂടെ വേറെ ഒരു പെൺകുട്ടി നിൽക്കുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അർച്ചനയ്ക്ക് മിഴികൾ നിറഞ്ഞത് കാരണം ഫോട്ടോ വ്യക്തമായില്ല. അവൾ മിഴികൾ അമർത്തി തുടച്ചു. വീണ്ടും നോക്കി. ഇവനു വേണ്ടിയാണോ താനിപ്പോഴും കാത്തിരിക്കുന്നത്? തന്നെ വേറൊരാൾക്ക് നൽകാതെ തൻ്റെ മനസ്സും ശരീരവും മിഥുൻ്റേത് മാത്രമാകണമെന്ന തീരുമാനത്തിൽ അവനെ കാത്തിരുന്ന താൻ വിഡ്ഢി. അവൾക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി. വിവാഹമുറപ്പിച്ച സമയത്ത് അവൾ മിഥുനെ ഒരുപാട് വിളിച്ചിരുന്നു. എന്നാൽ അവനെ കിട്ടിയില്ല. അവൻ ജോലിയുടെ കാര്യത്തിന് ബാംഗ്ലൂരിൽ പോയതാണ്. മനഃപൂർവ്വമാണ് അവൻ വിളിക്കാതിരുന്നത് എന്നവൾക്ക് മനസ്സിലായി. ആ ഫോട്ടോക്കടിയിൽ കീർത്തി ഒരു വോയിസ് അയച്ചിരിക്കുന്നു. അവൾ അത് ഓപ്പൺ ചെയ്തു. അവൻ ബാംഗ്ലൂരിൽ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണിനെയും കെട്ടി സുഖമായി ജീവിക്കുകയാണ്. സുനിൽ ആണ് എനിക്ക് ഫോട്ടോ തന്നത്. ഇനി എന്താണ് വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കൂ. അർച്ചന കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി അവൾ പൊട്ടിക്കരഞ്ഞു. എനിക്ക് തന്നോടൽപ്പം സംസാരിക്കാനുണ്ട്, അർച്ചനയ്ക്കരികിൽ ഇരുന്നു കൊണ്ട് ഋഷി പറഞ്ഞു. കീർത്തി അയച്ച മെസ്സേജിന് ശേഷം അവളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു. അവൾ മെല്ലെ മുഖമുയർത്തി. തനിക്കെന്നെ ഇഷ്ടമല്ലേ? എന്താണ് എന്നോടിങ്ങനെ പെരുമാറുന്നത്? എന്നിൽ നിന്ന് എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത്? അവൻ്റെ വാക്കുകളിലെ സങ്കടം അവൾ തൊട്ടറിഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവനരികിലേക്ക് നീങ്ങിയിരുന്നു. പിന്നെ അവൻ്റെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കരുത് ഋഷിയേട്ടാ, ഞാനൊരു മായിക ലോകത്തായിരുന്നു. ഇന്നു മുതൽ ഞാൻ ഋഷിയേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കും. എൻ്റെ മനസ്സിൽ ഋഷിയേട്ടൻ മാത്രമായിരിക്കും. അതും പറഞ്ഞ് അവൾ അവൻ്റെ മാറിലേക്ക് വീണു. അവൾ എന്തൊക്കെയോ പ്രശ്നത്തിലായിരുന്നു എന്നവന് തോന്നി. അവൻ അവളെ തൻ്റെ മാറിലേക്ക് അണച്ചു പിടിച്ചു. അർച്ചന അവൻ്റെ മാറിൽ കിടന്ന് ഒരുപാട് നേരം കരഞ്ഞു. പിന്നെ ഫോണെടുത്ത് മിഥുൻ്റെ ഫോട്ടോയും നമ്പറും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നേക്കുമായി. അന്നായിരുന്നു അവരുടെ ശാന്തി മുഹൂർത്തം. അർച്ചന തൻ്റെ മനസ്സും ശരീരവും ഋഷിയിൽ സമർപ്പിച്ചു. പിന്നെയുള്ള ഓരോ രാവും പുലരിയും അവരുടേത് മാത്രമായിരുന്നു. ഓരോ നിമിഷത്തെയും അവൾ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അത്രയേറെ സ്നേഹത്തിൽ, അതിലുമേറെ പ്രണയത്തിൽ അവളെ അയാൾ നെഞ്ചോട് ചേർത്തിരുന്നു. നാളുകൾക്കിപ്പുറം ഋഷി ചാർത്തിയ സിന്ദൂരത്തിലും താലിയിലും പരിഹാസത്തോടെ നടന്നിരുന്ന അതേ വഴിയിലൂടെയുള്ള യാത്രയിൽ അർച്ചന ഋഷിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു.